നിങ്ങളുടെ ഫാമിലി ഒരുമിച്ച് ഒരു 7 ആള് 8 ആള് ഒരുമിച്ച് ഒരു 7 സീറ്റർ വെഹിക്കിൾ ഇന്നോവയിലൊക്കെ ഒരു ദൂരെ സ്ഥലത്ത് കല്യാണത്തിന് പോകാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ മാസം ലൈസൻസ് കിട്ടിയ നിങ്ങളുടെ വീട്ടിലെ ഒരാളെ കയ്യിൽ വണ്ടി ഏൽപ്പിക്കുമോ? ഒരിക്കലുമില്ല. ഹൈവേകളിലൊക്കെ വണ്ടി ഓടിച്ച് പരിചയമുള്ള അല്ലെങ്കിൽ സ്ഥിരമായി ഫാമിലി ആയിട്ട് പോയിട്ട് പരിചയമുള്ള ആളുകളെയാണ് നമ്മൾ അത്തരം യാത്രകളിൽ കൂടെ കൂട്ടുള്ളൂ. അതുപോലെ തന്നെയല്ലേ നമ്മളിപ്പോൾ ഒരു ജോലിക്ക് ഒരാളെടുക്കുമ്പോൾ ആ കമ്പനിയുടെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട അല്ലെങ്കിൽ സെയിൽസ് കണ്ടിന്യൂസ്ലി ജനറേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തമുള്ളൊരു ജോലിയാണ് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജറോ എന്ന് പറയുന്നത്. കൂടുതൽ ഞാൻ നേരത്തെ ഉദാഹരണത്തിൽ പറഞ്ഞതുപോലെ കൂടുതൽ ക്യാമ്പയിൻസ് റിയലി റണ്ണ് ചെയ്ത് പ്രൂവ് ചെയ്തിട്ടുള്ള ആളുകളെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ആളുകൾ കമ്പനിയിൽ ഹയർ ചെയ്യുകയുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ ഒരു കോഴ്സ് ജസ്റ്റ് പഠിച്ചിറങ്ങിയിട്ട് ജോലി കിട്ടണം അല്ലെങ്കിൽ എന്നെ ജോലിക്ക് എടുക്കണം എന്ന് പറഞ്ഞതിൽ ഒരു കാര്യമില്ല. നന്നായിട്ട് ക്യാമ്പയിൻസ് റൺ ചെയ്ത് റിസൾട്ട്സ് ക്രിയേറ്റ് ചെയ്ത ആളുകളെ മാത്രമാണ് കമ്പനികൾക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അക്കാഡമിയിൽ പഠിക്കുമ്പോൾ നമ്മുടെ കോഴ്സിൽ കംപ്ലീറ്റ്ലി പ്രാക്ടിക്കലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് ലൈവ് ക്യാമ്പയിൻസിലാണ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിയൽ ക്ലയൻസിൻ്റെ എക്സാമ്പിൾസാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിയൽ ക്ലയൻസിൻ്റെ കയ്യിൽ നിന്നുള്ള ഫീഡ്ബാക്സ് അടക്കം കിട്ടുന്ന തരത്തിൽ ഒരു ഏജൻസിയിൽ വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് അവർ പഠിക്കുന്നത്. സോ നമ്മളൊരു 3 മന്തിൻ്റെ കോഴ്സ് പൂർത്തിയാക്കുമ്പോൾ ആ 3 മന്തിൻ്റെ വർക്ക് എക്സ്പീരിയൻസ് കൂടിയാണ് ആ കുട്ടിക്ക് ലഭിക്കുന്നത്. നമ്മുടെ കോഴ്സ് പൂർത്തിയാകുമ്പോൾ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പോലും അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുട്ടികൾക്ക് പോർട്ട്ഫോളിയോ ഉണ്ടാവുന്നതിലാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്.